ഹരിവരാസനം, കീർത്തനം അല്ലെങ്കിൽ ശ്ലോകം അല്ലെങ്കിൽ അഷ്ടകം എഴുതിയതാര് എന്നതിനെ സംബന്ധിച്ച് ഒരു 3-4 വീഡിയോകളിലൂടെ സുഭാഷിതം അന്വേഷണം ആരംഭിച്ചു. ഇന്ന് താൽക്കാലികമായി ഹരിവരാസനത്തിന്റെ അന്വേഷണം അവസാനിപ്പിക്കുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഹരിവരാസനം എന്തായാലും 1920 എഴുതിയതെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഭൂനാഥ സർവസ്വത്തിലൊക്കെ വരേണ്ടതാണ് എന്നൊരു വിഷയമുണ്ട്. പക്ഷെ അതിനകത്ത് അത് കാണുന്നില്ല. അപ്പോൾ അത് ഹരിവരാസനം അപ്പോഴെഴുതിയതാണോ എന്നൊരു ചോദ്യം ഉണ്ട്. രണ്ടാമത് മറ്റൊരു പുസ്തകം ഈ വിദ്വാൻ കരുവള്ളൂർ നാരായണപിള്ളയാണ് എഴുതിയിരിക്കുന്നത്. ഇത് തന്നെ 3 പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. പന്തളം കൊട്ടാരത്തിലെ തമ്പുരാൻ എഴുതിയ ഒരു ഒറിജിനൽ പുസ്തകമുണ്ട്, അത് സംസ്കൃതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ അതിനുശേഷം 2 ഒരു കിളിപ്പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഇതുപോലൊരു വ്യാഖ്യാനം ഇറങ്ങിയിട്ടുണ്ട്. 3 പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഈ 3 പുസ്തകത്തിലും ഹരിവരാസനത്തെ കുറിച്ച് സീരിയസ് ആയി ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തോ ലേറ്റർ സ്റ്റേജിലായിരിക്കും ഹരിവരാസനം വന്നത്. എന്തായാലും അടുത്ത വേറൊരു കഥ നമ്മൾ കേൾക്കുന്നത് ഭസ്മതീർത്ഥം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമാണ്. ഇതെല്ലാം ശേഖരിച്ചും കോപ്പി എടുത്തൊക്കെ വെച്ചിരിക്കുകയാണ്. KM മാധവ വാര്യർ എഴുതിയിട്ടുള്ള 1973 എഴുതിയ ഒരു പുസ്തകമാണ്. ഫസ്റ്റ് എഡിഷൻ 1973 ഒക്ടോബറിൽ ഇറക്കിയ ഭസ്മതീർത്ഥം എന്നൊരു പുസ്തകം. അദ്ദേഹത്തിന്റെ 50 വർഷത്തെ, അതിന് പിറകിലോട്ടുള്ള 50 വർഷത്തെ ശബരിമലയുടെ ചരിത്രമാണ് അല്ലെങ്കിൽ ശബരിമലയുടെ അനുഭവങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്നത് 1920 ഈ ജാനകി അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്ന, പിതാവ് എന്ന് പറയുന്ന അയ്യർ, അനന്തകൃഷ്ണ അയ്യർ 1920 ആണ് വെളിച്ചപ്പാടായിരുന്നു, അധ്യാപകനായിരുന്നു. പിന്നെ വെളിച്ചപ്പാടായി 1920 കൂടി ശബരിമലയിൽ പോക്ക് നിർത്തി. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അസുഖങ്ങൾ ധാരാളം വന്നു. അതിനുശേഷം 1920 ശേഷം അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 1923 ജാനകിയമ്മ എഴുതി എന്ന് പറയുന്ന കവിത അല്ലെങ്കിൽ ശ്ലോകം അല്ലെങ്കിൽ അഷ്ടകം എങ്ങനെയാണ് ശബരിമലയിൽ ഈ പോകാതെ ഈ വെളിച്ചപ്പാടായ അനന്തകൃഷ്ണ അയ്യർ കൊണ്ടുവയ്ക്കും എന്നുള്ളൊരു ചോദ്യമുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് കൃത്യമായി ഒരു രേഖകളില്ല. അതുകൊണ്ട് അനന്തകൃഷ്ണ അയ്യർ 20 ശേഷം ശബരിമലയിൽ പോയിട്ടില്ല. ഇനി അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡോക്യുമെന്റ് ഉണ്ട്. ചെപ്പേടുകളിലെ ശബരിമല എന്ന് പറഞ്ഞ് കാലടി സർവകലാശാലയിലെ ഈ സന്തോഷ്, അന്ന് അദ്ദേഹം ഡോക്ടറേറ്റിന് ചെയ്തുകൊണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടറായി കാണും, ഡോക്ടർ ഈ സന്തോഷ് എന്ന് പറയുന്ന ആളിന്റെ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, 30 വർഷക്കാലം ശബരിമലയിൽ, അതായത് തീപിടിക്കുന്ന കാലഘട്ടത്തിൽ ഉൾപ്പെടെ 30 വർഷക്കാലം ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ഒരു പോലീസുകാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. തിരുനടയിൽ എന്ന പുസ്തകം പെൻ ബുക്സ് ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. E.K. ഗോപാലൻ നായരാണ് ആ വ്യക്തി. E.K. ഗോപാലൻ നായരുടെ പെൻ ബുക്സ് പബ്ലിഷ് ചെയ്ത തിരുനടയിൽ എന്ന പുസ്തകത്തിൽ പറയുന്നത് അവിടെ 1951 അഗ്നിബാധയ്ക്ക് ശേഷമാണ് ശബരിമലയിൽ, അത് 50-51 കാലഘട്ടത്തിൽ നടന്ന അഗ്നിബാധയ്ക്ക് ശേഷമാണ് ശബരിമലയിൽ ഈശ്വരൻ പോറ്റിയുടെയും അതുപോലെ തന്നെ വിമോചിത സ്വാമിയുടെ, വിമോചിത സ്വാമിയുടെയും, വിമോചിതയുടെ പേര് വിമോചിത സ്വാമിയുടെയും 2 പേര് കിടപ്പുണ്ട്. വിമോചിതാനന്ദ സ്വാമി എന്നും കിടപ്പുണ്ട് ചില രേഖകൾ, ചിലതിൽ വിമോചിത സ്വാമി എന്നും കിടപ്പുണ്ട്. ഈ സ്വാമിയും ഒരു ഗോപാലമേനോൻ, അതും ഒരു ചെറിയ സംശയമുണ്ട്, ആലപ്പുഴയിൽ നിന്നുള്ള ഒരു പേരാണ്. പക്ഷെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു ഗോപാലമേനോൻ ഉണ്ടായിരുന്നു. അത് കേശവ മേനോനാണോ ഒരു രേഖയിൽ കാണുന്നു. രാധാകൃഷ്ണൻ, 2-3 പേര്, എന്തായാലും ഒരു മേനോൻ ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്നു. അവർ 3 പേരും കൂടിയാണ് പാടിയിരുന്നതെന്നും ശബരിമല പിന്നെ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോൾ ഈ മേനോനെ, മറ്റവർ 2 പേരും അവിടെ സ്ഥിരതാമസക്കാരല്ല. ഈശ്വരൻ പോറ്റിയും അവിടെ സ്ഥിരതാമസക്കാരനല്ല. വിമോചിത സ്വാമി രാജ്യം മുഴുക്കം നടന്ന് ഈ സ്തുതി പാടുന്നതാണ്, അയ്യപ്പ സ്തുതി, ഈ ഹരിവരാസനം പാടുമായിരുന്നു. അപ്പോൾ അവിടെ ഈ മേനോനെ അവിടെ നിന്ന് ഇറക്കി വിടുകയും അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ 6 ദിവസം പാട്ടില്ലായിരുന്നു. പിന്നെ വീണ്ടും പാടിയെന്നാണ്. മറ്റൊരു രേഖയിൽ കിടക്കുന്നത് 1888 ജനിച്ചിട്ടുള്ള തമിഴ്നാട് പിന്നെ കല്ലടിക്കുറിച്ചിയിലെ തിരുനെൽവേലിക്കലുള്ള കല്ലടിക്കുറിച്ചിയിലുള്ള 18 അഗ്രഹാരങ്ങളിൽപ്പെട്ട ഒരു അഗ്രഹാരത്തിന്റെ ബ്രാഹ്മണ അയ്യർ കുടുംബത്തിൽ ജനിച്ച ബ്രഹ്മശ്രീ പിന്നെ സുന്ദരം കുളത്തു അയ്യർ എന്നറിയപ്പെടുന്ന വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹം 22ാമത്തെ വയസ്സിൽ 1920 ഈ എഴുതിയെന്നും ഇത് എഴുതി അദ്ദേഹം അതിന്റെ കുറെ കോപ്പികൾ എടുത്ത് ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പ്രചരിപ്പിച്ചുവെന്നും, അദ്ദേഹം തമിഴ്നാട്ടിലായിരുന്നുവെങ്കിലും 300-400 വർഷങ്ങൾക്ക് മുമ്പ് കുറെ അധികം ബ്രാഹ്മൺസ് കേരളത്തിൽ വന്നിട്ടുണ്ട്. ചിലർ 600 വർഷങ്ങൾക്ക് വന്നവരാണ്. അവര് ആലപ്പുഴ ചെമ്പകശ്ശേരിക്ക്, അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജകുടുംബമൊക്കെ അങ്ങനെ വരുന്നതാണ്. സ്വരൂപം എന്നൊക്കെ, ചെമ്പകശ്ശേരി സ്വരൂപം, ചെമ്പകശ്ശേരി രാജകുടുംബം എന്നൊക്കെ പറയുന്നത്. അതിന്റെ പിന്മുറക്കാർ ഇപ്പോഴവിടെ ഉണ്ട്. അതിന്റെ അടുത്തുള്ള ഒരു വലിയ ഒരു ക്ഷേത്രത്തിൽ, അതിൽ കുറച്ചിടത്തുള്ള നമ്മുടെ
നമ്മുടെ എന്താണ് ഈ പിന്നെ പുറക്കാടുള്ള ഒരു ക്ഷേത്രത്തിൽ, ശാസ്താ ക്ഷേത്ര പുറക്കാടുള്ള ശാസ്താ ക്ഷേത്രത്തിൽ ഇത് പാടിയിരുന്നെന്നും പുറക്കാട് കോണോത്ത് ജാനകി അമ്മ അവരുടെ തറവാട് വീട് അവിടെയായിരുന്നു. ആ തറവാട് വീട് ഇപ്പൊ വിറ്റൊരു മുസ്ലിമാണ് വാങ്ങിയിരിക്കുന്നത്, അവിടെയാണെന്നും അവിടുന്ന് ഈ അമ്മ, ചെറിയ പ്രായത്തിലുള്ള അമ്മ അവിടെ താമസിച്ചപ്പോൾ അത് കേട്ടെന്നും അവർ അത് എഴുതിയെടുത്തെന്നും അതിൽ ഓരോ വരി കഴിയുമ്പോഴും സ്വാമി 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 എന്ന് അമ്മ ചേർക്കുകയും, അതോ അമ്മയാണോ പിന്നെ ഉള്ളവരാണോ എന്തായാലും സ്വാമി സ്വാമി ഹരിവരാസനം കഴിഞ്ഞ് സ്വാമി ഇങ്ങനെ ഓരോന്ന് സ്വാമി സ്വാമി എന്ന് ചേർക്കുകയും, ഒറിജിനൽ പാട്ടിൽ സ്വാമി ഇല്ല എന്നും കൊളത്തു അയ്യർ ഈ പാട്ട് മാത്രമല്ല ഒരു 100-100ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഈ 100ഓളം ഗാനങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ അല്ലെങ്കിൽ അഷ്ടകം അല്ലെങ്കിൽ ശ്ലോകം, അതെന്ത് പേരിൽ പറയാം നമുക്ക്, ഇത് തമിഴിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള തമിഴിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1952 തിരുവനന്തപുരത്ത് നിന്ന് ഒരു നാരായണ അയ്യർ SS നാരായണ അയ്യർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഈ കൊളത്തു അയ്യരുടെ മകളുമായി ഇന്ന് 9 മക്കളിൽ ജീവിച്ചിരിക്കുന്ന ഏക മകൾ ഉണ്ട്. ആ മകളുമായി ഞാൻ സംസാരിച്ചിരുന്നു, അവരുടെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അവർ വളരെ ആഴത്തിൽ വിശ്വസിക്കുന്നത് അവരുടെ താത്തയായിട്ടുള്ള സുന്ദരൻ കുളത്തു അയ്യർ തന്നെയാണ് ഇത് എഴുതി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ തരുന്ന രേഖകളും അങ്ങനെയാണ്. അതിനുശേഷം കൽക്കട്ടയിലും ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ അവരുടെ ജീവിച്ചിരിക്കുന്ന പിന്നെ ചേലക്കരയും ഒക്കെ ജീവിച്ചിരിക്കുന്ന പിന്മുറക്കാരുമായിട്ടെല്ലാം, പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലപ്പുഴയിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുമായിട്ടും സംസാരിച്ചിരുന്നു. ഇവിടെ നിന്നെല്ലാം കിട്ടുന്നത് 1920 22ാമത്തെ വയസ്സിൽ സുന്ദരൻ കുളത്തു അയ്യർ എഴുതി. വേറെ ഒരു കഥ പറയുന്നു. കല്ലടക്കുറിച്ചിയില് കമ്പംകുടി എന്ന പേര് കിട്ടുന്ന തന്നെ ശാസ്താവുമായി ബന്ധപ്പെടുത്തിയിട്ടാണെന്നും അവിടെ നിന്നാണ് ശാസ്താ സങ്കല്പം കേരളത്തിലേക്കൊക്കെ വരുന്നത്. കേരളം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതെല്ലാം ഒന്നായി കിടക്കുന്ന സ്ഥലമാണ്. തിരുനെൽവേലിയും കന്യാകുമാരിയും എല്ലാം കേരളത്തിന്റെ ഭാഗമായി കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തമിഴ്നാട് കേരളം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെയാണല്ലോ തമിഴ്നാട് കേരളം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ഒന്നായി കിടന്ന പ്രദേശത്തിന്റെ തിരുവിതാംകൂറിന്റെ ഒക്കെ ഭാഗമായി നിന്ന ഒന്നായി കിടന്ന പ്രദേശത്തിന്റെ ആ തിരുനെൽവേലി കാടുകളിലെ അവിടെ ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന കല്ലടിക്കുറിച്ചിയിൽ നിന്നാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട് കമ്പക്കുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അയ്യരാണ് ഇത് എഴുതി എന്നതും പറയുന്നു. മറ്റൊരു രേഖ കിടക്കുന്നത് 1950 ഇത് എഴുതി എന്നൊരു രേഖ കിടപ്പുണ്ട്. പക്ഷെ അത് എത്ര കണ്ടാൽ കാരണം അതിനു മുമ്പ് ഈ പാട്ട് പാടിയതായിട്ട് ഒരുപാട് കേൾക്കുന്നു. എന്നാൽ കോണത്ത് ജാനകി അമ്മ ശാസ്താംകോട്ടയിലേക്ക് താമസം മാറ്റുകയും അവിടെ പേട്ടതുള്ളാൻ, ഈ ശാസ്താംകോട്ടയിലെ ആളുകളൊക്കെ കുറച്ചുപേര് പേട്ടതുള്ളാൻ പോകും, അമ്പലപ്പുഴക്കാരും പേട്ടതുള്ളാൻ പോകും. അമ്പലപ്പുഴക്കാർ പേട്ടതുള്ളാൻ പോയപ്പോൾ അമ്പലപ്പുഴക്കടുത്തുള്ള പുറക്കാട് ക്ഷേത്രത്തിലെ പാട്ട് അവിടെ പാടിയതാണെന്നും എല്ലാ ശാസ്താംകോട്ടക്കാർ ജാനകി അമ്മയിൽ നിന്ന് മനസ്സിലാക്കി അവിടെ പോയി പാടിയതാണെന്നും ഒക്കെയുള്ള കുറെ അധികം രസകരമായിട്ടുള്ള ഒരു അന്വേഷണമാണ്. എന്തായാലും ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയും അന്വേഷണത്തിലേക്ക് പോയത്. നിരവധി പുസ്തകങ്ങൾ, രേഖകൾ, ആർക്കൈവുകൾ, ആളുകളുമായിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ നടത്തി ഞങ്ങൾ ഇപ്പൊ എത്തിച്ചേർത്തിരിക്കുന്ന ഒരു കൺക്ലൂഷൻ സുന്ദരം കുളത്തു അയ്യരാണ് ഇത് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു സംശയം കൂടി നമ്മുടെ ഭാഗത്ത്, എന്റെ ഭാഗത്ത്, അത് എന്റെ ഒരു അക്കാഡമിക് സംശയമാണ്. ഈ സുന്ദരൻ കുളത്തു അയ്യർ എന്ന് പറയുന്ന ആള് സമ്പാദകൻ എന്ന് എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ. സമ്പാദകനല്ല, പ്രസാധകൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയുന്നു. അതിന് 2 കാഴ്ചപ്പാട് പറയുന്നു. അന്ന് കാലത്ത് ആത്മീയ പുസ്തകങ്ങൾ എഴുതിയാൽ അതിൽ പ്രസാധകൻ എന്നേ വെക്കാറുള്ളൂ, പേരെഴുതി ഇന്നത്തെ പോലെ ഒരു പേറ്റന്റ് ഒന്നും എടുക്കുന്ന കാര്യമില്ല എന്ന് പറയാറുണ്ട്. സമ്പാദകൻ എന്നെങ്ങും വച്ചു കണ്ടില്ല. പക്ഷെ എനിക്ക് കിട്ടിയ പുസ്തകങ്ങളിലൊന്നും പ്രസാധകൻ എന്ന് വച്ചിട്ടില്ല. 2 പിന്നെ തമിഴ് പുസ്തകം എനിക്ക് കിട്ടിയിട്ടുണ്ട്, മലയാളം പുസ്തകം കിട്ടി, 2 മലയാളം പുസ്തകം കിട്ടിയിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കിട്ടി. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വളരെ ലേറ്ററായി വന്നതാണ്. എന്തായാലും ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അന്വേഷണം തുടരണം. വളരെ കൃത്യമായി ആരാണ് ഇത് എഴുതിയതെന്ന് അറിയണം. കാരണം ഇത് എഴുതിയതിന് ശബരിമല പാട്ടായതുകൊണ്ടും ഇത് ബന്ധപ്പെട്ട് ഇനി ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഹരിവരാസനം പാടുന്നതിന് മുമ്പ് ശബരിമലയിൽ എന്തായിരുന്നു കീർത്തനം? അന്ന് നാദസ്വരം വായിക്കുമായിരുന്നു. ഇത് വന്നതോടുകൂടി, തീ കത്തിയതോടുകൂടിയാണ് ആ കാലഘട്ടമാണ് നാദസ്വരം തീർന്നത്. പിന്നെ വന്നത് കംപ്ലീറ്റ് ഇതിലേക്ക് മാറി എന്നാണ് കേൾക്കുന്നത്.